ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷയും രാജ്യമ്മയും കൂടി കാറി പോകുമ്പം അവരുടെ പുറകെ സോനാ ദേശായി നീനയും കൂടി പോകുന്നുണ്ട്. ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇഷയും കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് അവരുടെ പ്ലാന്. അങ്ങനെ അവരെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് അവർ കാറ് നിർത്തുന്നത്. കുറച്ച് മാറി പുറകിലായിട്ട് നീനയും കാറ് നിർത്തുന്നുണ്ട്. അവിടെ ചന്തു ഉണ്ട്. ചന്തുവിനെ കാണാൻ വേണ്ടിയാണ് അവർ കാറ് നിർത്തിയേക്കുന്നത്. ചന്തുവിനെ കാണുമ്പോഴത്തേക്കും സോന പറയുന്നുണ്ട്, ഇവർ തമ്മിൽ എന്തായിരിക്കും, നമുക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടത്താനാണെന്ന് തോന്നുന്നു. നീനെ അത് ശരിവെക്കും. ചന്തുവിനോട് ഇഷ ചോദിക്കുന്ന അഭിയുടെ കാര്യമാണ്. ചന്തു പറയും, ഞാൻ അഭിയെ പോയി കണ്ട് സംസാരിച്ചിരുന്നു, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ചന്തു അഭിയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. എല്ലാം കേട്ട് കഴിയുമ്പം ഇഷയ്ക്ക് ടെൻഷനാകും. ഇഷ പറയുന്നുണ്ട്, എൻ്റെ അഭി, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ചന്തുവേട്ടാ. ചന്തു പറയും, അത് തന്നെ എൻ്റെയും തീരുമാനം. അഭി എന്നോട് കരഞ്ഞ് കാല് പിടിക്കുന്ന പോലെ പറഞ്ഞതാ അവിടേക്ക് അവനെ വിടരുതെന്ന്. പക്ഷേ ഞാൻ കാരണം അവനിപ്പം ദേവബാലയുടെ അടുത്ത് എത്തിയത്. എന്നാൽ ദേവബാല ഇത്രത്തോളം ക്രൂരത അവനോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ്റെ അപ്പച്ചി അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ അവനെ ഞാൻ അങ്ങോട്ട് വിട്ടത് തന്നെ. ആ മാഷ് പോലും ഈ ക്രൂരതകൾക്കെല്ലാം കൂട്ടു നിൽക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇഷ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ അഭി അവിടുന്ന് രക്ഷിക്കും. അഭിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാ. അഭി കാലം നേരത്ത് കുത്തറാവുന്ന വരെ ഇനി ആ വീട്ടിൽ തന്നെ കഴിയും. രാക്ഷസിയുടെ കയ്യിൽ നിന്ന് അഭിയെ നമ്മൾ രക്ഷിക്കും. ഇഷ പറയും, ചന്തുവേട്ടന് ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ചന്തു പറയും, വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്, എൻ്റെ അമ്മാവനും ഉണ്ടല്ലോ. ഞാനില്ലാത്ത സമയം അമ്മാവൻ അഭിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഇഷ പറയും, എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ചോദിക്കുക, അഭിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. ചന്തു പറയും, ഈ ഒരു സാഹചര്യത്തിൽ അത് ശരിയാകുമെന്ന് ഇഷയ്ക്ക് തോന്നുന്നുണ്ടോ? ഇഷ പറയും, അതിന് അഭി എൻ്റെ ഭർത്താവായിട്ടോ കാമുകനായിട്ടോ ഒന്നും അല്ല, ഒരു പേയിങ് ഗസ്റ്റായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കട്ടെ. വേണമെങ്കിൽ ഒരു എഗ്രിമെൻറ്റും തയ്യാറാക്കാം. താമസിക്കുന്ന ആൾക്കും താമസം കൊടുക്കുന്ന ആളുടെയും സമ്മതം മാത്രം നോക്കിയാൽ പോരെ. അത് കേൾക്കുമ്പം ചന്തുവിനും തോന്നും അത് നല്ലൊരു ആശയമാണ്. രാജ്യമ്മയും പറയുന്നുണ്ട്, അതെ സാറേ, അഭിമോൻ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. അവിടെ ആകുമ്പം ഇഷയും സാറും ഞാനും ദാസേട്ടനും എല്ലാം ഉണ്ടല്ലോ അഭിയുടെ കാര്യം നോക്കാൻ. ഒന്ന് ആലോചിച്ചിട്ട് ചന്തുവും പറയും, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ കൂടുതലൊന്നും ചിന്തിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കൂടുതൽ ആലോചിക്കാൻ പോകുമ്പോഴാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാകുന്നത്. അഭിയെ നമുക്ക് അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരാം. ഇഷയ്ക്കും സന്തോഷമാകും. ചന്തു അതിൻ്റെ ഇടയെ ഇഷയോട് പറയുന്നുണ്ട്, ദേവബാലയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ള കാര്യവും. കണ്ണം വൈദ്യൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട് ദേവരാജനും സത്യമാഷും കൂടി. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. വൈദ്യം പറയുന്നുണ്ട്, ഇവിടെ ദേവുവാ ജയിക്കേണ്ടത്, അതിപ്പം എൻ്റെയും കൂടെ ആവശ്യമായി മാറിയേക്കുക. ദേവരാജൻ ചോദിക്കുന്നുണ്ട്, കുറെ പോലീസുകാരുമായിട്ട് അവൻ വീട്ടിൽ കയറി വന്ന് എന്ത് ചെയ്യും? നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ, കണ്ടു നിൽക്കാനല്ലേ പറ്റൂ. വൈദ്യം പറയും, താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ടടോ, അവൻ്റെ മേളിലുള്ളവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം നമ്മുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ ആരെ പേടിക്കാനാ? ഇനി അവൻ എന്തിനേലും ഇറങ്ങി പുറപ്പെട്ടാ അവനെ ഞാൻ ഏതെങ്കിലും പട്ടിക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുക്കും, ഇല്ലെങ്കിൽ സസ്പെൻഷൻ. അതുകൊണ്ട് താൻ അവൻ്റെ കാര്യമോർത്ത് ഇനി പേടിക്കാൻ നിൽക്കണ്ട. സത്യമാഷ് പറയും, നമ്മൾ റിസ്ക് എടുക്കുന്നതിലും നല്ലത് അഭിയെ അവിടുന്ന് മാറ്റുന്നല്ലേ. സുരക്ഷിതമായ വേറൊരു സ്ഥലത്തേക്ക് അഭിയെ മാറ്റിയാലോ, ആരും അറിയാതെ. ദേവരാജനും ആലോചിക്കുമ്പം അതാ ശരിയെന്ന് തോന്നും. ദേവരാജൻ പറയുന്നുണ്ട്, അങ്ങനെ മാറ്റിയാൽ ആർക്കും അതിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. ഭാര്യയ്ക്ക് തീരുമാനിക്കാലോ ഭർത്താവിൻ്റെ ചികിത്സ എവിടെ വേണമെന്ന്. നല്ലൊരു ചികിത്സ കിട്ടാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും മാറ്റിയെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. വൈദ്യനും അത് ആലോചിക്കുമ്പോൾ ശരിയാന്ന് തോന്നും. വൈദ്യം പറയും, എന്നാൽ പിന്നെ വേറെ എങ്ങോട്ടും വേണ്ട, ഇങ്ങോട്ട് തന്നെ അവനെ കൊണ്ടുവരാം. ഇനി അവൻ എൻ്റെ ചികിത്സയിൽ ഇവിടെ കഴിയട്ടെ, എൻ്റെ ചികിത്സ എന്താണെന്നൊക്കെ അവനൊന്ന് അറിയട്ടെ. അവനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞ് നേരെയാക്കി എടുക്കാനുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാമെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. ഇതും പറയുന്നുണ്ട്, എൻ്റെ ദേവുമോക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അവക്കൊരിക്കലും അഭിയെ നഷ്ടാവാൻ പാടില്ല. റാംമോഹൻ പതിയെ കണ്ണു തുറക്കുന്നുണ്ട്. മുന്നിൽ ഇഷ വന്ന് നിൽക്കുന്നതായിട്ട് റാംമോഹന് തോന്നുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. പക്ഷെ അത് ഇഷയല്ലായിരുന്നു, അവിടെയുള്ളൊരു നേഴ്സായിരുന്നു. നേഴ്സ് കാണുന്നുണ്ട് റാംമോഹൻ കണ്ണു തുറക്കുന്നത്. ഉടനെ തന്നെ നേഴ്സ് അവിടെയുള്ള ഡോക്ടറോട് പറയും, ഡോക്ടർ പറയും വേണു ഡോക്ടറെ പോയി വിളിച്ചിട്ട് വരാൻ. റാംമോഹന് ഇത് ഏതാ സ്ഥലം, ഞാനിങ്ങനെ ഇവിടെ വന്ന എന്ന രീതിയിലേക്ക് സംസാരിക്കുന്നത്. വേണു ഡോക്ടർ വരുമ്പം ആ ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണു തുറന്നിട്ടുണ്ട്, പക്ഷെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കേൾക്കുമ്പോൾ വേണുവിനൊരു ടെൻഷൻ ആവുന്നുണ്ട്. വേണു റാംമോഹനോട് ചോദിക്കും, ഞാൻ ആരാന്ന് മനസ്സിലായോ? റാംമോഹൻ അയാളെ ഒരുമാതിരിയാണ് നോക്കുന്നത്. വേണു ചോദിക്കും, തൻ്റെ പേരെന്താ? അയാൾ പറയും, റാംമോഹൻ. വേണു ചോദിക്കും, തനിക്ക് മക്കളുണ്ടോ? ഉണ്ടെന്ന് അയാൾ പറയും. മോനാണോ മോളാണോ? അയാൾ പറയും മോളാന്ന്. പേര് ചോദിക്കുമ്പം റാംമോഹൻ ഇഷയെന്ന് പറയും. വീണ്ടും വേണു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് റാംമോഹൻ ചോദിക്കുന്നുണ്ട്, എന്താടോ വേണു, തനിക്ക് സംശയമുണ്ടോ? എനിക്കെന്താ ഓർമ്മ നഷ്ടപ്പെട്ടോന്ന്? എനിക്ക് എല്ലാ ഓർമ്മയുണ്ടോ, താൻ എന്നെ കളിയാക്കുമൊന്നും വേണ്ട. എൻ്റെ മോളും അവളുടെ വയസ്സും നക്ഷത്രവും RM ഫ്ലാഷ് ടെക്നോളജീസിൻ്റെ ടേൺ ഓവറും അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം എനിക്കറിയാടോ. വേണു ഒരു ചിരിയോടെ പറയും, 20 വർഷം മുമ്പ് നമ്മൾ വാഗമൺ ഒരു ട്രിപ്പ് പോയായിരുന്നു. അന്നേരം
നമ്മൾ ഷെയർ ഇടാന്നാ പറഞ്ഞിരുന്നത് ചിലവെല്ലാം കൂടി, പക്ഷെ എൻ്റെ ഷെയർ ഞാൻ ഇട്ടിരുന്നില്ല, അത് തനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ ചോദിച്ചതാ. റാംമോഹൻ പറയും 20 വർഷം മുന്നേ അല്ലടോ, 17 വർഷം മുന്നേ നമ്മൾ പോയത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതും പറഞ്ഞ് ട്രിപ്പ് പോയ ഡേറ്റും ഷെയർ ഇടേണ്ട കറക്റ്റ് എമൗണ്ട് വരെ പറയുന്നുണ്ട്. അത് കേട്ട് ഡോക്ടറും റാംമോഹനും ചിരിക്കുന്നുണ്ട്. ഡോക്ടർ പറയും, എടോ തൻ്റെ ബ്രെയിന് കുഴപ്പമുണ്ടോയെന്ന് നോക്കാൻ വന്ന എന്നോട് തന്നെ താൻ ഇത് പറയണം കേട്ടോ. അങ്ങനെ കുറച്ച് തമാശിക്കുമെങ്കിലും പിന്നെ സീരിയസ് ആവും. ഡോക്ടർ ചോദിക്കും, തനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? റാംമോഹൻ പറയും, ഞാൻ വീട്ടിൽ ബോധമില്ലാതെ കിടന്നപ്പം ഇഷ എന്നെ ഇവിടെ ആക്കിയതാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് ഊഹിച്ചു. താൻ തൻ്റെ കത്തിക്ക് എന്നെ ഇരയാക്കിയിട്ടുണ്ടാവും, അതിനൊരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാറി മാറി നടക്കുമായിരുന്നു ഞാൻ. വേണു പറയും, എല്ലാം നല്ലതിനല്ലേടോ, ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു സർജറി നടത്തിയത് എന്തുകൊണ്ട് നന്നായി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ആയിരുന്നു. താൻ ഇത്രയും നേരമായിട്ട് കണ്ണു തുറക്കാതിരുന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ടെൻഷനായി. മെമ്മറി ലോസ്, സ്ട്രോക്ക്, അങ്ങനെ പല അപകട സാധ്യതകളും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ലല്ലോ. ഇന്നിപ്പോൾ എത്രയാ തീയതി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ തീയതി പറയും. റാംമോഹൻ പറയും, കുറേ ദിവസമായല്ലേ, ഒന്നും അറിഞ്ഞില്ല. അയാൾ പറയും, താൻ ഒന്നും അറിയാതെ ഉറക്കത്തിലല്ലായിരുന്നോ? പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ഞങ്ങളാ ഇവിടെ ഉറങ്ങാതെ കാത്തിരുന്നത്. റാംമോഹൻ ചോദിക്കും, എടോ എൻ്റെ മോൾ ഇഷ. വേണു പറയും, കുട്ടിയുടെ കാര്യമാണ് കഷ്ടം, അതിന് താനല്ലേ ഉള്ളൂ. താൻ ഇങ്ങനെ എണീക്കാതെ കിടക്കുന്ന കാണുമ്പോൾ പപ്പ വാ എണീക്കെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കരയും. അത് കണ്ട് സഹിക്ക വയ്ക്കാതെ ഞാനാ മോളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ഹോസ്പിറ്റലിലേക്ക് വരണ്ടാന്നും പറഞ്ഞു. എന്നാലും മിക്ക ദിവസവും അതിവിടെ വരും. താൻ കാണുന്നില്ലെങ്കിലും കുറച്ചു നേരം ഇവിടെ നിന്ന് കരഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചിട്ട് തിരികെ പോകും. എൻ്റെ മോളിപ്പം. റാംമോഹൻ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട്, പേടിക്കണ്ട, മോള് വീട്ടിൽ സേഫ് ആയിട്ട് തന്നെയുണ്ട്, രാജിയമ്മയും ദാസപ്പനും ഒക്കെ അവിടെ ഉണ്ടല്ലോ. റാംമോഹൻ പറയും, ഹോസ്പിറ്റലിലാവുന്നതിൻ്റെ തലേന്ന് ഇഷ നിർബന്ധിച്ച് പറഞ്ഞതാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന്. ഞാനാ ഓരോന്നും പറഞ്ഞ് അത് മാറ്റിവിട്ടത്. വേണു ഫോൺ എടുത്തിട്ട് പറയും, ഞാൻ ഇപ്പം തന്നെ മോളെ വിളിച്ച് പറയാം താൻ കണ്ണു തുറന്നു. മോക്ക് ഒരുപാട് സന്തോഷമാവും. റാംമോഹൻ പറയും, ആ ഫോൺ ഇങ്ങ് താടോ, ഞാൻ സംസാരിക്കാം എൻ്റെ മോളോട്. തൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പം അവൾ ശരിക്കും ഞെട്ടിപ്പോവും. അങ്ങനെയൊന്നും അവൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമുക്ക് അവക്കൊരു സർപ്രൈസ് കൊടുക്കാം. എന്നാൽ ശരി, താൻ തന്നെ സംസാരിക്കുന്നും പറഞ്ഞ് വേണു ഫോൺ അയാളുടെ നേരെ നീട്ടുന്നുണ്ട്. ഫോൺ വാങ്ങാൻ വേണ്ടി റാംമോഹൻ കൈ ഉയർത്താൻ നോക്കുമെങ്കിലും പറ്റുന്നില്ല. അയാളുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ റാംമോഹൻ പറയുന്നുണ്ട്, എടോ എനിക്ക് എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്ന്. വലത്തെ കൈയാണ് അനക്കാൻ പറ്റാത്തത്, ഇടത്തെ കൈ കുഴപ്പമൊന്നുമില്ല. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ പൊക്കാനൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. വേണു പറയും, താൻ റിലാക്സ് ആവ്, നമുക്ക് നോക്കാന്നും പറഞ്ഞ് വേണു തന്നെ ആ കൈ പതിയെ പൊക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഒന്ന് ശ്രമിച്ചു നോക്കാൻ, പക്ഷെ അയാൾക്ക് സാധിക്കില്ല. റാംമോഹൻ സങ്കടം കൊണ്ട് കരയുന്നുണ്ട്. കൂടെയുള്ള ഡോക്ടർ വേണുവിനോട് എന്തോ കാര്യം ചെവിയിൽ പറയും. വേണു റാംമോഹനോട് പറയും, എടോ തൻ്റെ കാലൊന്ന് അനക്കാൻ പറ്റുമെന്ന് നോക്ക്. ആ ഷീറ്റ് മാറ്റാൻ പറയുമ്പോഴത്തേക്കും മറ്റേ ഡോക്ടർ ഷീറ്റൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. റാംമോഹൻ ഇടത്തേക്കാല് പൊക്കുമ്പോൾ അയാൾക്കത് ഈസി ആയിട്ട് പൊക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വലത്തേക്കാല് പൊക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഒരു കരച്ചിലോടെ റാംമോഹൻ പറയുന്നുണ്ട്, എടോ എൻ്റെ വലതുകാലും അനങ്ങുന്നില്ലടോ. റാംമോഹൻ്റെ വലതുവശം തളർന്നു പോയേക്കാണ്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പോലും അയാളുടെ ജീവൻ തിരികെ കിട്ടി, അയാൾക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. ഇനിയിപ്പം ചന്തു അഭിയെ കൂട്ടാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അഭി അവിടുന്ന് മാറ്റാതിരുന്ന ഭാഗ്യെന്ന് കരുതാം. ദേവരാജൻ എന്താണേലും ഇപ്പം ആ വീട്ടിലില്ലല്ലോ, പ്രമീളയും ദേവും ഉള്ളൂ. ദേവരാജൻ വരുമ്പോഴത്തേക്കും അഭിയെ ചന്തു അവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഇനിയും ദേവുവിനും വൈദ്യനും ഒക്കെ ഒരു വിജയം ഉണ്ടാക്കുന്ന പോലെ അഭിയെ അവർ കൊണ്ടുപോകാതിരുന്നാൽ മതി.